ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സഞ്ജന വേബി. നമുക്കിന്ന് ഹെയർ ലോസിനെ കുറിച്ച് പറയാം. ടീലോജൻ എഫ്ലൂവിയം എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ഹെയർ ലോസിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹെയർ ലോസ് ആണ്. അതിൻ്റെ പേര് അങ്ങനെയാക്കിയാണെങ്കിലും അതൊരു സാധാരണ ഹെയർ ലോസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഹെയർ ലോസ് ആണ്. അത് റിവേഴ്സിബിൾ ആണ്. കാരണം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ റിവേഴ്സിബിൾ ആണ് ടീലോജൻ എഫ്ലൂവിയം. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കാം. മുടികൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സീരിയസ് ആയിട്ടുള്ള കാരണങ്ങൾ മുതൽക്ക് ചെറിയ കാരണങ്ങൾ വരെയുണ്ട്. പിന്നെ മുടികൊഴിച്ചിൽ അലോപേഷ്യ വെറൈറ്റിയിൽ പെട്ടതുണ്ട്, ബാൾഡ്നെസ്. പക്ഷെ ഇന്ന് അതൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ടീലോജൻ എഫ്ലൂവിയൻ മാത്രം. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ടീലോജൻ എഫ്ലൂവിയത്തിന്റെ പ്രധാന കാരണം അക്യൂട്ട് ഡിസീസസ് ആണ്. അതായത് നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന പനികൾ, വൈറൽ ഫീവർ ഒരു എക്സാമ്പിളാണ്. പിന്നെ കോവിഡ് പോലത്തെ അസുഖങ്ങൾ, അങ്ങനെ ഏത് ടൈപ്പ് ഫീവർ വന്നാലും നമുക്ക് അതിനെ തുടർന്ന് ഹെയർ ലോസ് വരാം. അത് ഒരു കാരണമാണ്. മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ശരീരത്തിനുണ്ടാവുന്ന ഫിസിക്കൽ ഷോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഇൻഫെക്ഷൻസ് കൂടാതെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് സർജറി അഥവാ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാകും. സർജറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹെയർ ലോസും ഈ കാറ്റഗറിയിൽ തന്നെയാണ് പെടുന്നത്. അതുപോലെ പ്രഗ്നൻസി ശേഷം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഹെയർ ലോസും ഹോർമോണൽ ചേഞ്ച് കൊണ്ട് സംഭവിക്കുന്ന ഒരു സഡൻ ഷിഫ്റ്റ് ഹോർമോണൽ ലെവലിൽ ഉണ്ടാകും. ഒരു ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. ഹോർമോൺ ഹൈ ലെവലിലിരുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഡ്രോപ്പ് വരുമ്പോഴാണ് നമ്മൾക്ക് മുടികൊഴിച്ചിൽ ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അമ്മമാരിൽ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഹെയർ ലോസും ടീലോജൻ എഫ്ലൂവിയം തന്നെയാണ്. വേറൊരു കാരണം പറയാനുള്ളത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. മറ്റു കാരണങ്ങളും ഇതിനുണ്ട്. അതായത് ചിലർ ഹോർമോണൽ തെറാപ്പി എടുക്കാറുണ്ട് ചില കാര്യങ്ങൾക്ക്. അപ്പം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, അതായത് പ്രത്യേകിച്ചും ഗൈനക്കോളജിക്കൽ കംപ്ലയിൻസിന് ഹോർമോണൽ തെറാപ്പി, അതായത് ഡ്രഗ്സ് എന്തെങ്കിലും, ഹോർമോൺ ഡ്രഗ്സ് എന്തെങ്കിലും എടുത്തിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അത് ഒരു കാരണമാണ്. പിന്നെ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ചില ഡ്രഗ്സ്, ഇപ്പോൾ ബീറ്റ ബ്ലോക്കേഴ്സ്, അപ്പോൾ അത് ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കൊടുക്കുന്ന ഡ്രഗാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് ചേഞ്ച് വരുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം. പിന്നെ ഇത് കൂടാതെ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, ഗർഭനിരോധന ഗുളികകൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം. അതും ഒരു ഹോർമോണൽ ഷിഫ്റ്റ് ആണ്, അങ്ങനെ സംഭവിക്കാം. പിന്നെ വൈറ്റമിൻ എ തെറാപ്പി എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് റെറ്റിനോയിഡ്സ് എടുത്തിട്ട് അത് അധികമായി കഴിഞ്ഞാലും ഹെയർ ലോസ് സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം വളരെ റെയറായ കോസസ് ആണ്. പക്ഷേ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് പനിക്ക് ശേഷമോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമോ ഉണ്ടാവുന്ന ഹെയർ ലോസ് ആണ് ടീലോജൻ എഫ്ലൂവിയം എപ്പോഴും നമുക്ക് ക്ലിനിക്കിൽ കിട്ടുന്നത്. പല ആൾക്കാരിലും ഉള്ളത് അത് തന്നെയാണ്. മറ്റുള്ളവയെല്ലാം അപൂർവമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ കാറ്റഗറിയിലുള്ള ഹോർമോണൽ ചേഞ്ച് നമ്മൾ മിക്കവാറും പറയുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. ഗൈനക്കോളജിക്കൽ ഡിസീസസ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയർ ലോസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഹെയർ ലോസ് ഒക്കെയാണ്. മറ്റ് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ലോസ് ടീലോജൻ എഫ്ലൂവിയത്തിൽ പെടില്ല. അത് വേറെ തന്നെ കാറ്റഗറിയാണ്. അതിന്റെ ചികിത്സയും വ്യത്യാസമുണ്ട്. മെന്റൽ സ്ട്രെസ് കാരണവും ഈ ഒരു ടൈപ്പ് ഹെയർ ലോസ് വരാം. ഇമോഷണൽ ഷോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടീലോജൻ എഫ്ലൂവിയത്തിൽ. അപ്പോൾ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിനെ തുടർന്ന് ഒരുപാട് കാലത്തോളം ഹെയർ ലോസ് വരാം. അപ്പം അത് പല ഇൻറ്റൻസിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്ക് കുറഞ്ഞ മൈൽഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും, ചിലർക്ക് ഒരുപാട് മുടി ഡിഫ്യൂസ് ആയിട്ട്, അതായത് നമ്മുടെ തലയുടെ സ്കാൽപ്പിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുടി കൊഴിഞ്ഞ അവസ്ഥയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വാരി ചെയ്യും പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ജീവിതത്തിലുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ ഷോക്സ്, ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഷോക്സ് ഹെയർ ലോസിന് കാരണമാകാം. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിലാണ് പിന്നെ അത് അതുപോലെ തന്നെ തുടരുക. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. അതായത് നമുക്ക് എങ്ങനെ അത് മാറ്റാം എന്നുള്ളതും റിവേഴ്സിബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെത്. മറ്റുള്ള ടൈപ്പ് ഹെയർ ലോസിൽ പലതിനും സാധ്യത കുറവുള്ളതുകൊണ്ട് ഇതങ്ങനെയല്ല, ഇത് റിവേഴ്സിബിൾ ആണ്. ഇപ്പോൾ സ്ട്രെസ്സാണ് കാരണമെങ്കിൽ നമ്മൾ റിവേഴ്സ് ചെയ്യണമെങ്കിലും നമ്മൾ റിലാക്സേഷൻ ടെക്നിക്സ്, ഡീസ്ട്രെസ്സിങ് ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ ഏത് കാരണം കൊണ്ടാണോ അത് ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ സമയം കൊടുക്കേണ്ടി വരും. ഒരു 3 മുതൽ 6 മാസം വരെ വെയിറ്റ് ചെയ്യണം വിത്ത് പ്രോപ്പർ
ന്യൂട്രീഷണൽ ഇൻസ്ട്രക്ഷൻസ്, അതായത് ഭക്ഷണ രീതികളും റെസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഹെയർ കെയർ ചെയ്യാനുള്ള. അതെല്ലാം നമ്മൾ ശരിക്കും പാലിക്കണം, എങ്കിൽ മാത്രമേ ഒരു റിക്കവറി ഉണ്ടാവുകയുള്ളൂ. സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞൊക്കെയാണെങ്കിലാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്. മറ്റു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ആണ്. ചില ഡ്രഗ്സ് അങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസേൺ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അതിനെക്കുറിച്ചിട്ട് അതിന് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മറ്റു ഗുളികകൾ എഴുതണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ സിംറ്റംസിലേക്ക് വരാം. സിംറ്റംസ് ഡിഫ്യൂസ് ആയിട്ട് ഹെയർ പോവുക എന്നുള്ളതാണ്. അതായത് സ്കാൽപ്പിൻ്റെ പല ഭാഗത്തു നിന്നും പാച്ചായിട്ട് ഹെയർ നഷ്ടപ്പെടും. അതായത് നമുക്കിപ്പോൾ അലോപേഷ്യ ഒക്കെ പോലെ ഒരു സൈഡിൽ നിന്നല്ല പോവുക. അപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ പോലും അലോപേഷ്യ എപ്പോഴും ഈ ഒരു സെൻട്രൽ പോർഷനിലാണ് വരിക, വൈഡനിങ് വരും. അതായത് അത് ഹോർമോൺ റിലേറ്റഡ് ആണ്, അത് വേറൊരു കാറ്റഗറി ഹെയർ ലോസ് ആണ്. പക്ഷെ ഇതങ്ങനല്ല, നമ്മുടെ സ്കാൽപ്പിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും മുടി പോവാം, ഡിഫ്യൂസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് കട്ടി കുറഞ്ഞ പോലെ തോന്നും, ഹെയർ തിന്നിങ്, വോളിയം നഷ്ടപ്പെട്ട പോലെ തോന്നും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആൾക്കാർ പെട്ടെന്ന് പാനിക് ആവാറുണ്ട് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത്. അതായത് ഇതൊരു മൈൽഡ് ആയിട്ടുള്ള റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ പോലും ഒരുപാട് മുടി, ഒരു 300-400 മുടിയൊക്കെ പെർ ഡേ പോകുമ്പോൾ ആൾക്കാർക്ക് ടെൻഷൻ വരാം, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് റിവേഴ്സിബിൾ ആണ്. ഒരു 3 to 6 months നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് വെറുതെ വെയിറ്റ് ചെയ്താൽ പോരാ, അത് നമ്മൾ അഡ്രസ് ചെയ്യണം, എന്താണ് കോസ് എന്ന് കണ്ടുപിടിക്കണം. സാധാരണ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതുകൂടാതെ തന്നെ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് പേഷ്യൻ്റ് ഏത് അവസ്ഥയിൽ കൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സർജറി കഴിഞ്ഞ ആളാണെങ്കിൽ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞൊരു സ്ത്രീ ആണെങ്കിൽ ഒക്കെ നമുക്കത് ഹിസ്റ്ററി കൂടെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. പ്രത്യേകിച്ചും ഈ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ്, അവർക്ക് സ്ലിം ആവുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. പലരും ശാസ്ത്രീയമായിട്ടല്ലായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലൊക്കെ വെയിറ്റ് ലോസിനെ സമീപിച്ചിരുന്നതും. അവർ പലപ്പോഴും ഭക്ഷണം കഴിക്കാറില്ല, ക്രാഷ് ഡയറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ പലപ്പോഴും ഒരു ആപ്പിളോ അങ്ങനെ എന്തൊക്കെയോ ഫ്രൂട്ട്സ്, പേരിനൊരു ഫ്രൂട്ട് മാത്രമാണ് രാവിലെ ഉച്ചയ്ക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ മീൽസ് എടുക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഒരു കേസ് എൻ്റെ ശ്രദ്ധയിൽ വരാനിടയായിട്ടുണ്ട്. കാരണം ആ കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പെരിഫറൽ സ്മിയറിൽ, അതായത് പല ടൈപ്പ് സെൽസ് ഉണ്ടാവും നമ്മുടെ ബ്ലഡിൽ, അത് ലുക്കീമിയ അതിനോട് റിസംബിൾ ചെയ്യുന്ന തരത്തിലാണ് വന്നത്. പിന്നീട് കൂടുതൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത അവസാനം കുട്ടി ഭക്ഷണം കഴിക്കാത്തതാണ് കൊണ്ടാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെന്ന് പ്രൂവ് ആയി. അതിനുശേഷം കുട്ടി കാര്യമായിട്ട് അത് മനസ്സിലാക്കി ഭക്ഷണമെല്ലാം കൃത്യമായി കഴിച്ച് മുടി വളർച്ചയ്ക്ക് ഉണ്ടായി. പക്ഷെ ഇത്രയും സീരിയസ് ആയ ഒരു അവസ്ഥ ബ്ലഡിൽ അങ്ങനെ ഒരു പിക്ചർ വരുമ്പം ഒരുപാട് സ്ട്രെസ് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും. പെട്ടെന്ന് അത് കാണുന്ന സമയത്ത് കൂടുതൽ ടെസ്റ്റുകളിലേക്ക് ബോൺ മാരോ ബയോപ്സി വരെ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ആ ഒരു കുട്ടിക്ക്. അപ്പോൾ അത് ഏത് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്താലും അവർ ഇങ്ങനെ ഒരു പിക്ചർ കണ്ടാൽ അതാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഭക്ഷണം വളരെ കറക്റ്റ് ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ ക്രാഷ് ഡയറ്റിങ്ങിന് പോകരുത്. ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് അവെയർനെസ് ഉണ്ടായിരിക്കണം. അതായത് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ കുട്ടി ചെയ്ത കാര്യമാണെങ്കിൽ മിക്കവാറും അതിൽ വൈറ്റമിൻസും മിനറൽസും മാത്രമേ കിട്ടിക്കണം. പ്രോട്ടീൻ ഡിപ്ലീഷൻ ഉണ്ടായിട്ടുണ്ടാവും, പല വൈറ്റമിനും ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ടാവും. ആകെ 1-2 ഫ്രൂട്ട് കഴിച്ചാലൊന്നും നമുക്ക് വൈറ്റമിൻ മിനറലൊന്നും ഒരുപാടൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ ഹെയർ ലോസ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? ആദ്യം തന്നെ ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാം. അതൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ കൺസൾട്ടേഷനിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹെയർ ലോസ് ഡയറ്റിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ കാരണം എന്താ നോക്കണം. നമ്മൾക്കിപ്പോൾ സ്ട്രെസ്സ് കാരണമാണ് മുടി കൊഴിച്ചിലുണ്ടായിരുന്നെങ്കിൽ ന്യൂട്രീഷൻ മാത്രം കറക്റ്റ് ചെയ്താൽ മതിയാവില്ല. അപ്പം നമുക്ക് ഡീസ്ട്രെസ്സിങ്, റിലാക്സേഷൻ ടെക്നിക്സ് പേഷ്യൻറ്റിനെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മളെ യോഗ, പ്രാണായാമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ഡീസ്ട്രെസ്സിങ് നടക്കുകയുള്ളൂ. ഒരു റിലീഫ് എങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാവില്ല. മുടി തിരിച്ചു വരണമെങ്കിൽ എന്തായാലും 3 to 6 months എടുക്കണം. പക്ഷെ അപ്പോഴേക്കും വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ബോഡി എത്തിക്കണം. ഇമോഷണൽ ഷോക്കിൽ നിന്ന് മുക്തമാവണം. അതുപോലെ തന്നെ ഫിസിക്കൽ ഷോക്കാണ് കാരണം. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒരു ഫിസിക്കൽ ഷോക്ക് തന്നെയാണ്. അപ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ ഡ്രഗ്സ് ആണ് പ്രശ്നമെങ്കിൽ ആ ഡ്രഗ്സ് വിഡ്രോ ചെയ്യേണ്ടതാണെങ്കിൽ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് നോക്കിയതിന് ശേഷമാണ്
ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കേണ്ടത്. എങ്കിൽ പോലും ഒരു സാധാരണ ഹെയർ ലോസ് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഭക്ഷണം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾ ആ വീഡിയോ നോക്കുക, ഹെയർ ലോസ് ഡയറ്റിനെ കുറിച്ചിട്ടുള്ള. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് പ്രോട്ടീൻ, പയറുവർഗ്ഗങ്ങളും മുട്ട, പാൽ, ഫിഷ്, ഇറച്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇലക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക, പിന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് ഉൾപ്പെടുത്തുക, പിന്നെ ഹോൾ ഗ്രെയിൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ കൂടുതൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രോട്ടീൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ 4 നേരം ഉണ്ടായിരിക്കണം. കാരണം അപ്പോഴും നിങ്ങൾക്ക് ഡെഫിഷ്യൻസി വരും, ഡിപ്ലീഷൻ സംഭവിക്കാം നമ്മുടെ ശരീരത്തിൽ. അതും ബോഡിക്ക് ഒരു ഷോക്കാവും. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് മുടികൊഴിച്ചിൽ വരാം. ക്രാഷ് ഡയറ്റിങ്ങിൻ്റെ എഫക്റ്റ് തന്നെയാണ് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് വെയിറ്റ് ലോസിന് ശ്രമിക്കുമ്പോഴും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിലെന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ, ന്യൂട്രീഷൻ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പ്രശ്നം വരുന്നില്ല. വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിലെ ഡെയിലി ആവശ്യമുള്ളൂ. പക്ഷെ പ്രോട്ടീനും കാർബും നമുക്ക് എനർജി, നമ്മൾ എത്ര എനർജി സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കണം. അതിനനുസരിച്ച് ബോഡിക്ക് കൊടുക്കണം. പ്രോട്ടീൻ നമ്മൾക്ക് 1 ഗ്രാം ഡെയിലി ആവശ്യമുണ്ട്. അപ്പോൾ 1 ഗ്രാം പെർ കിലോഗ്രാം പെർ ബോഡി വെയിറ്റ് ഡെയിലി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എല്ലാ ടൈമിലുള്ള ഭക്ഷണത്തിലും പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. പല ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. അതായത് അനിമൽ പ്രോട്ടീനും ഉണ്ട്, വെജിറ്റബിൾ പ്രോട്ടീൻസ്, പ്ലാന്റ് പ്രോട്ടീനും ഉണ്ട്. പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പയറുവർഗ്ഗങ്ങളെല്ലാം കഴിക്കാം. അനിമൽ പ്രോട്ടീൻസ്, എഗ്ഗ് ഒരു നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് പോലെയാണ്. അപ്പോൾ എഗ്ഗ് കഴിക്കാം, ഫിഷ്, മീറ്റ് എല്ലാം കഴിക്കാം. ഓരോ നേരം ഇതെല്ലാം ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഡയറ്റ്. കാരണമാണ് ഹെയർ ലോസ് സഫർ ചെയ്യുന്നതെങ്കിൽ. പിന്നെ വെയിറ്റ് ലോസ് നമുക്കൊരു ആവശ്യമുള്ള ഘടകമാണ്. കാരണം നമ്മൾ അമിതമായിട്ട് വണ്ണം കൂടുമ്പോഴും ബോഡിയിൽ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതും നമുക്ക് ടീലോജൻ എഫ്ലൂവിയം കാറ്റഗറിയിൽ പെടുത്താം, ഒരു കുറഞ്ഞ ഡ്യൂറേഷനാണ് ഉള്ളതെങ്കിൽ. മറിച്ച് ഒരുപാട് കൊല്ലങ്ങളായിട്ട് വളരെ ഒബീസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അത് നമുക്ക് ആ സ്പെഷ്യലായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് കൂടി എന്ന കാരണത്താലാണ് മുടി കൊഴിയുന്നതെങ്കിൽ അത് ഗ്രാജ്വലി കുറയ്ക്കാൻ ശ്രമിക്കും. ഇതുപോലെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം. കൂടെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാജ്വലായിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ. പതുക്കെ ചെയ്തിട്ട് പിന്നെ അത് ആദ്യം കുറച്ച് ചെയ്യാം. കുറഞ്ഞ വെയിറ്റ് ഇട്ടിട്ട് ചെയ്യാം. പിന്നെ കൂടുതൽ നമ്മൾക്ക് എത്രയാണോ ആവശ്യം വെയിറ്റ് ലോസിന് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് നമ്മൾ ഹെവി എക്സസൈസിലേക്ക് പോകുമ്പോഴും ബോഡി അതിനൊരു ഷോക്കായിട്ടാണ് കാണാം. അപ്പോൾ അപ്പോഴും നമുക്ക് ഹെയർ ലോസ് വരാം. അപ്പോൾ ഇത് അഗ്രവേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ള ഹെയർ ലോസ് ആണെങ്കിൽ കൃത്യമായിട്ടും ഉള്ള ഭക്ഷണ രീതിയും ഒരു ഡീസ്ട്രെസ്സിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിന് സമയം കൊടുക്കണം. നമുക്ക് പെട്ടെന്നൊരു റിലീഫ് അതിന് പോസിബിൾ അല്ല. ഒരു 6 months എന്തായാലും എടുക്കും. മുടി പുതുതായിട്ട് വന്ന് ഒന്ന് റെഡി ആയിട്ട് വരണമെങ്കിൽ, ഒരു സ്റ്റേബിൾ കണ്ടീഷനിലോട്ട് എത്തണമെങ്കിൽ അത്രയും സമയം ഏറ്റവും കുറഞ്ഞത് എടുക്കും. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ഒരു ഡെങ്കു വളരെ സിവിയർ ആയിട്ട് വന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ഒരു ബാൾഡായ പോലത്തെ കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയണം, 1 year വരെ അവർക്ക് എടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് റിക്കവർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് പോലും. അപ്പോൾ അതിന് വേണ്ട സമയം കൊടുക്കുക, പാനിക് ആവാതിരിക്കുക. നമ്മൾ എപ്പോഴും നറിഷിംഗ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ സിവിയർ ഡിസീസസ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ കോംപ്ലക്സസ് ബോഡിയിൽ ഉണ്ടാവും. അത് പതുക്കെ വെയിൻ ചെയ്ത് പോവുക. അപ്പോൾ കുറഞ്ഞ് വരികയേ ചെയ്യുള്ളൂ. പിന്നെ ചില മെഡിസിൻസ് കൊടുത്ത് നമ്മൾ അത് അഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെങ്കു അതുപോലത്തെ ഒരു എക്സാമ്പിളാണ്. മറ്റേ ചിക്കുൻ ഗുനിയ വന്നു കഴിഞ്ഞാലും നമുക്ക് മുട്ടുവേദന ഒരു റെസിഡ്യൂ പോലെ അങ്ങനെ നിൽക്കാറില്ല സിംറ്റംസ്. അതുപോലെ പല പ്രശ്നങ്ങളും നമുക്ക് ഹെയർ ലോസും അതുപോലെ നിൽക്കാറുണ്ട് ചില കേസസിൽ. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് മെഡിസിനലി നമുക്ക് അഡ്രസ്സ് ചെയ്യാം. പിന്നെ കാലക്രമേണ അത് നമ്മൾ വേറെ ഓപ്ഷൻസ് ഇല്ലാത്ത കേസിൽ നമ്മളത് സമയത്തിന് വിടുക ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരു 6 months 1 year ആകുമ്പം അത് റിക്കവർ ആവും. ഇങ്ങനെ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് നോക്കിയതിന് ശേഷമേ നമുക്ക് ടീലോജൻ എഫ്ലൂവിയ ആണെങ്കിൽ പോലും ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏറ്റവും മൈൽഡ് ഡിഗ്രി ആണെങ്കിൽ 3 to 6 months തന്നെ റിക്കവർ ആകും. യാതൊരു കാരണവശാലും അതിനെ ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡയറ്റാണ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട കാര്യം. മറ്റൊന്ന് റിലാക്സേഷൻ ടെക്നിക്സ്.